കഴിഞ്ഞ വീഡിയോയിൽ തായ്ലൻഡിൽ നമ്മൾ ക്രാബി എയർപോർട്ടിൽ നിന്ന് ഉള്ള യാത്ര തിരിച്ച് ഫുക്കറ്റിലുള്ള ഇബിസ് സ്റ്റൈൽ ഹോട്ടലിൽ വന്നതിൻ്റെ ആണ് വീഡിയോ ഇട്ടിരുന്നത്. ഞങ്ങൾ രാവിലെ ആയപ്പോൾ എണീച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അത് ഇതുപോൾക്ക് 6 തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് നമുക്ക് പോയി കഴിക്കാം. അങ്ങനെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ലാണ്ടുണ്ടായിരുന്നു. ഫുക്കറ്റിലെ ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഏറെ പിന്നെ നമുക്ക് ജ്യൂസും കാര്യങ്ങളും, പിന്നെ കുറച്ച് അവർക്ക് രാവിലെ തന്നെ റൈസൊക്കെ ഉണ്ട് കേട്ടോ. റൈസുണ്ട്, പിന്നെ ബ്രെഡ്, മുട്ട അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ട്. അങ്ങനെ ബ്രെഡും മുട്ടയൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്ക്, ഡെസേർട്ട്, അങ്ങനെ കുറേ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ളത്. പിന്നെ മെയിനായിട്ട് അവർക്ക് സൂപ്പ് തന്നെ ഉണ്ട്. അതില്ലാണ്ടൊരു പരിപാടിയില്ല, എല്ലായിടത്തും ഉണ്ട്. പിന്നെ റൈസുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ പല രീതിയിലുള്ളത്, വേവിക്കുന്നതും വേവിച്ചതും വേവിക്കാത്തതും, നമുക്കങ്ങനെ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതുപോലൊക്കെ സെലക്ട് ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. അൺലിമിറ്റഡായിട്ട് കഴിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വിവിധ തരം സോസേജ്, അതുപോലെ തന്നെ സലാമി ഐറ്റംസ്, പിന്നെ പോർക്കിൻ്റെ ഉണ്ട് കേട്ടോ. പോർക്ക്, ചിക്കൻ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. പോർക്ക് തീരെ കഴിക്കാൻ ഒക്കാത്തവർക്ക് ഇതൊക്കെ നോക്കി കണ്ട് വായിച്ച് ഒക്കെ നോക്കിയിട്ട് വേണം കഴിക്കാനേ ഉള്ളൂ. പിന്നെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കഴിക്കാനുണ്ട്. കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് ഫുക്കറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി പോകെ ഞാൻ പറഞ്ഞു തരാം ഓരോന്നും. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ കണ്ടില്ലേ, നമുക്ക് ക്രോയ്സൻ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ്. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് ഇഷ്ടംപോലെ ഡെസേർട്ട്സ്, കഴിക്കാവുന്നവർക്ക് ഇഷ്ടംമാതിരി കഴിക്കാം. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മക്കൾ പിറ്റേ ദിവസം രാത്രിയിലേ അവരെത്തത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു പകൽ മൊത്തവും വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പം രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ചുമ്മാതെ അവിടെ ഉള്ള ഒരു ടാക്സി ഡ്രൈവർ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം. ഞാൻ ജസ്റ്റ് അവിടുത്തെ കൗണ്ടറിലൊന്ന് ചോദിച്ചു, റിസപ്ഷനിൽ ചോദിച്ചു എവിടെയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലെ ഗോൾഡൻ ടെമ്പിൾ, ബുദ്ധയുടെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, അവിടെ നല്ലതാണ്, അവിടെ പോകുമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അവരുടെ അടുത്തൊന്ന് ജസ്റ്റ് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഒരു ദിവസത്തെ അവരുടെ റേറ്റ് 2500 ബാത്താണ് പറഞ്ഞത്. അന്നേരം പൊതുവേ ഞാൻ നോക്കിയിട്ട് അത് കൂടുതലാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ വെറുതെ ഗ്രാബിലൊന്ന് സെർച്ച് ചെയ്തു. ഞങ്ങൾ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ പ്രകാരം ഒരു 2-3 പ്ലേസിലുള്ളത് ഞങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് അടുത്തടുത്തുള്ള രീതിയിൽ ഒന്ന് പോകാമെന്ന് വെച്ച് അങ്ങനെ ആദ്യമേ ഈ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് വന്നത്. ഗ്രാബ് ത്രൂ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ആ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തത് ഞങ്ങളൊരു 3-4 സ്ഥലത്ത് ഞങ്ങൾ പോയി. എല്ലാം കൂടെ ഞങ്ങൾക്ക് 1000-ന് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇരട്ടി കൂടുതൽ ആണ് പറഞ്ഞിരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എന്തോ പറഞ്ഞാൽ നമ്മൾ കാർഡൊക്കെ എടുത്തിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കത്തില്ലേ, അങ്ങനൊരു സംഭവമായിരുന്നു. എല്ലാവരും ചെയ്യുന്ന കണ്ടു, ഞാനും ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ. കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. അതിൻ്റെ കൊത്തുപണികൾ, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ആ പച്ചിപ്പ്, അതുപോലെ ഇത് കണ്ടില്ലേ, ചെണ്ടയാണെന്ന് തോന്നുന്നു, ചെണ്ട റൂട്ടൊക്കെ ഇരിക്കുന്നത്. ഞാനും കയറി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളോട്ടിറങ്ങിയപ്പം ഒരു മാവ് നിറയെ പൂത്തിരിക്കുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇനിയും മാങ്ങയുടെ സീസൺ ആവാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ അതേ ഒരു കാലാവസ്ഥയും അതേ കാലാവസ്ഥ പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ചൂടാണ്. പിന്നെ അതുപോലെ തന്നെ കവുങ്ങ്, നമ്മളെ പാക്ക് കിട്ടുന്ന കവുങ്ങില്ലേ, അത് നിറച്ചുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എല്ലായിടത്തും അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെടികൾ ഇഷ്ടംമാതിരി. ചെടിപ്രേമികൾക്ക് അറിയാതൊന്ന് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ പോകും ആ ചെടികളൊക്കെ ഒന്ന് കാണുമ്പോഴും പൂക്കൾ കാണുമ്പോഴും. അതുപോലെ തന്നെ അറിയാമല്ലോ, തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഭയങ്കര കളക്ഷൻസ് ഉള്ള ഒരു രാജ്യമാണ്. ഇഷ്ടംമാതിരി. ഞാൻ ഇടയ്ക്ക് എൻ്റെ മമ്മി ഓർക്കിഡിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ പിന്നെ ബോട്ടിമിൽ മമ്മിയെ വിളിച്ചിട്ട് ഈ ഓർക്കിഡൊക്കെ നന്നായിട്ട് കാണിച്ചു കൊടുത്തു. മമ്മി അന്നേരം മുതൽ പറയുന്നുണ്ട്, അയ്യോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അത് കണ്ടില്ലേ, ഈ ഗോൾഡൻ്റെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല നീറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരിടത്തും ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ
എല്ലായിടത്തും എപ്പോഴും തുടച്ചും തുടച്ചും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും, ഫോറിനേഴ്സ് എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ എന്തെങ്കിലും കാണിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ അവിടെ വരുന്ന വിസിറ്റേഴ്സ് എല്ലാം നല്ല മാന്യതയോടുകൂടി അവർ പറയുന്ന പ്രകാരം ഇപ്പോൾ ചെരുപ്പ് ഊരി ഇട്ടിട്ടാണ് കയറേണ്ടതെങ്കിൽ അവിടെ ചെരുപ്പ് ഊരിയിട്ട് അങ്ങനെ തന്നെയാണ് അവരെല്ലാം ആ ഒരു പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ കേട്ട് ആണ് എല്ലാം അവിടുത്തെ എല്ലാം കേട്ടിട്ടാണ് അവർ അതെല്ലാം പാലിച്ചിട്ടാണ് അവിടെ ഓരോന്നും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, അവരുടെ പഴയ കാലത്ത് ഉപയോഗിച്ച കുറേ പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അലമാരി തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ കുറേ കാഴ്ചകൾ, ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് നടക്കാനുണ്ട് ഇഷ്ടം പോലെ. അതൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ഏത് യാത്ര പോവുകയാണെങ്കിലും നമ്മൾ നടക്കാൻ റെഡി ആയിരിക്കണം. അതിന് ഉള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിൽ വേണം നമ്മൾ പോകാൻ. ഇത് കണ്ടില്ലേ ബുദ്ധയുടെ തന്നെ പല, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, ബുദ്ധയുടെ പല പോസിലുള്ള കുറേ ഇതുപോലൊക്കെ ഉള്ള ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ കുറേ കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഓരോ നില കയറി പോകുമ്പോൾ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ നടക്കാൻ ഇഷ്ടം മാതിരിയുണ്ട്. അങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പോയി കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഏറ്റവും മേലെ എത്താം. ഇതുപോലൊക്കെ എല്ലാ സൈഡിലും എല്ലാ ഫ്ലോറിലും ഇതുപോലൊക്കെ ബുദ്ധയെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാർ മാത്രമല്ല, കുറേ ഇവിടുത്തെ ആൾക്കാരുമൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ അതിൻ്റെ യഥാർത്ഥ ബുദ്ധയെ ആരാധിക്കുന്നവരായിരിക്കണം മിക്കവാറും. പിന്നെ ഇത് പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ, മേളിൽ നിന്നുള്ള കാഴ്ചകളാണ്. മേളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബുദ്ധയുടെ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഫ്ലോറിലും ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധയുടെ പല രീതിയിലുള്ള പ്രതിമകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോൾക്ക് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും പിന്നെ അതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാം നോക്കിയും വായിച്ചും എടുത്തും പിടിച്ചൊന്നും നമുക്ക് അതിനുള്ളൊരു ക്ഷമയില്ലായിരുന്നെന്ന് പറയുന്നതാണ് സത്യം. ഇത് കണ്ടില്ലേ, ഒരു കൂമ്പാരം മാതിരി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ വെടിവഴിപാടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഉച്ചത്തിൽ വെടിവഴിപാട്. അത് കാണുമ്പോൾ നമ്മുടെ ദിലീപിൻ്റെ സിനിമ നമുക്ക് ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഇതൊരു ചെറിയൊരു ഫ്രൂട്ട് മാർക്കറ്റാണ്. അവിടുന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് അവിടെ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് മാതിരിയുള്ളതാണ് എല്ലാം ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഞങ്ങളത് കഴിക്കാൻ നിന്നില്ല. ഒന്ന് പേടിച്ചിട്ട് തന്നെയാണ്, നമ്മൾ വയറിന് വല്ല അസുഖം വരുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഇളനീര്, അതുമൊക്കെയാണ് ഞങ്ങൾ ലഞ്ചായിട്ട് കഴിച്ചത്. അങ്ങനെ എന്തായാലും ആ ഒരു ദിവസം ഇനിയുണ്ട് കേട്ടോ. ഈ ഒരു ദിവസത്തിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര വലിയ ലോങ് വീഡിയോ ആയി പോവും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗം കാണാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇത്രയൊക്കെയാണ് ആദ്യത്തെ ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ മാത്രം പോയിട്ട് ഇത്രയൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇനി ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും പിന്നെ കാണാം.